ഓ, മടുത്തു. ആവശ്യമില്ലാത്ത കുറേ നെഗറ്റീവ് തോട്ട്സ് കാരണം എനിക്ക് ഒരു സമാധാനവും ഇല്ല. എങ്ങനെ ഇതിനെ ഒന്ന് ഓടിക്കും? എനിക്ക് വയ്യ. ഈ ജീവിതം മടുത്തു. ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് മനസ്സിലോട്ട് കയറി കയറി വരുന്നു. നെഗറ്റീവ് ചിന്തകളെ ഇങ്ങനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? നെഗറ്റീവ് ചിന്തകൾ ഒരു പരിധി വരെ വളരെ നല്ലതല്ലേ? ഒരു പരിധി വരെ. നമസ്തേ, ഞാൻ ഡോക്ടർ മഞ്ജു പത്മകുമാർ. നെഗറ്റീവ് ചിന്തകൾ നല്ലതോ ചീത്തയോ, അതിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെഗറ്റീവ് സാഹചര്യത്തിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നുണ്ടല്ലേ? എപ്പോഴും നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നില്ല. പക്ഷെ അതൊന്നും അത്ര നമ്മളെ ഏൽക്കുന്നില്ല. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു പാഠം പഠിക്കുകയാണ്. ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നതിന് പകരം ഈ നെഗറ്റീവ് ചിന്തകളെക്കുറിച്ച് ഓർത്ത് എന്തിനിങ്ങനെ ബുദ്ധിമുട്ടുന്നു, എന്തിനിങ്ങനെ വിഷമിക്കുന്നു? നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കണ്ടുപിടുത്തങ്ങളും നടക്കത്തുള്ളൂ. പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തിച്ച ഒരാൾ എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച ഒരാൾ അതിനൊരു അപകടം ഉണ്ടായാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടാമെന്ന് കരുതി പാരച്യൂട്ട് കണ്ടുപിടിച്ചു. കണ്ടോ, നെഗറ്റീവ് ചിന്ത എങ്ങനെ ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്തു, എങ്ങനെ നമ്മുടെ ഈ ഒരു മനുഷ്യകുലത്തെ ഹെൽപ്പ് ചെയ്തു എന്ന് കണ്ടോ? അതിനൊരു ഉദാഹരണം മാത്രമാണ്. നെഗറ്റീവ് ചിന്തകൾ നമ്മളെ കൂടുതലും ഹാർഡ് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കൂടുതലും ഒരു കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി നല്ല കൂളായിട്ട് ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് പെട്ടെന്ന് ആളുടെ മാനേജർ പറയുന്നു, നിങ്ങളുടെ ടാർഗറ്റ് ഈ മാസം മുതൽ 10 ലക്ഷം രൂപയാണ്. ആ കൂളായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തി ആ മാസം മുതൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ, തൻ്റെ ജോലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യും. അപ്പം നെഗറ്റീവ് ചിന്ത കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ തന്നെയല്ലേ, നമ്മൾ എത്ര പേര് പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു? വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഒരു നെഗറ്റീവായിട്ടൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു നെഗറ്റീവ് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വേറെ ആരുമില്ല നമുക്ക് അത്താണി, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ആത്മാർത്ഥമായിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ പ്രാർത്ഥനയും നെഗറ്റീവ് ചിന്തയുടെ ഒരു ഫലമായിട്ടാണ്. നെഗറ്റീവ് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്ന കാര്യം, അടിച്ചു പൊളിച്ച് ജങ്ക് ഫുഡ്സും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു വയറിനൊരു അസുഖം വന്നാൽ കഴിഞ്ഞു. പിന്നെ എന്തായിരിക്കും കഴിക്കുന്നത്? ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഹോംലി ഡയറ്റ് അല്ലേ? ഈ അസുഖം എന്ന് പറയുന്നതും ഒരു നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവ് കൊണ്ട് നമ്മൾ കുറേ പോസിറ്റീവ്സ് ചെയ്യുന്നുണ്ട്. അതിനെ ഒരിക്കലും മറക്കരുത്. ആ ഒരു ഔട്ട്ലുക്ക്, അതിനെക്കുറിച്ച് ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത, അതിനെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി. നെഗറ്റീവിനെ ഭയക്കത്തില്ല നമ്മൾ. നെഗറ്റീവ് സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശത്തെക്കുറിച്ച് ആലോചിക്കുക. നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ ഭാവി ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ അത്യാഹിതങ്ങൾ ഉണ്ടായാൽ മാത്രം ആണല്ലോ നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പല കാര്യങ്ങളിലും. ഡ്രൈവ് കെയർഫുള്ളി, സേഫ് ഡ്രൈവ് എന്ന് വഴിനീളം എഴുതി വെക്കുന്നതും ഈ ആക്സിഡൻറ്റ്സ് കാരണമാണല്ലോ. മറ്റുള്ളവർക്ക് ഗുണകരമാം വിധമുള്ള കുറേ മെസ്സേജസ് ആണ് അതല്ലേ? അപ്പോൾ അതെല്ലാം ഈ നെഗറ്റിവിറ്റി കാരണമാണ്. നെഗറ്റീവിനെ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു പരിധി വരെ, ഞാൻ എല്ലാ കാര്യത്തിനെക്കുറിച്ചും പറയുന്നില്ല, ഒരു പരിധി വരെ നെഗറ്റീവിനെ പേടിക്കേണ്ട കാര്യമില്ല. ആ പരിധി നമ്മൾക്കുള്ളിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സോ നെഗറ്റിവിറ്റിയെ മാറ്റി നിർത്തി പോസിറ്റീവായിട്ട് ആ കാര്യങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്ത് ലൈഫ് സക്സസ്ഫുൾ ആവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ചാനലിൻ്റെ പേര് ഡോക്ടർ മഞ്ജു പത്മകുമാർ. താങ്ക് യു.